ഫസ്റ്റ് ലോകത്തെ ഞാനൊരു പേപ്പറിൽ കണ്ടതാണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടാണ്. സെക്കൻഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സിലാണെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സ്കൂളുകളിലൊക്കെ നോക്കുമ്പോൾ ഒരു എന്താ പറയുക, 10ാം ക്ലാസ് വരെ കുട്ടീനെ ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. +2 കഴിഞ്ഞ് ഒരു 3 വഴിയുണ്ട് അവർക്ക്, സയൻസ് ആൻഡ് എന്താ പറയുക കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഇതിൽ അവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് കണ്ട് കൊമേഴ്സ് പോണ കുട്ടികൾക്കാണ് ഈ ബിസിനസ് എന്നുള്ളൊരു സാധനത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് കിട്ടുന്നത് ചെറിയ വയസ്സിൽ. അപ്പോൾ ഇത്രത്തോളം ആളുകൾ എന്താ പറയുന്നത് വർക്ക് ചെയ്യുന്ന ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആയിട്ട് കൂടി നമ്മുടെ സ്കൂളുകൾ എന്താ കാരണം ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ബിസിനസ് കുറിച്ച് യങ് ഏജിൽ തന്നെ പഠിപ്പിക്കാതിരിക്കാനുള്ളൊരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെപ്പോഴും ഒരു എഡ്യൂക്കേഷൻ കാണുമ്പോൾ, ഇപ്പം ഞാൻ ബേസിക്കലി ഒരു അക്കാഡമിഷ്യനാണ്, ഞാൻ ക്ലാസ്സിൽ പോയിട്ട് ടീച്ച് ചെയ്യുന്ന ആളാണ്. നമ്മളെ കണ്ണിലുണ്ണികൾ എപ്പോഴും ആ ക്ലാസ്സിലെ ബെസ്റ്റ് കുട്ടികളായിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബെസ്റ്റ് കുട്ടികളല്ല ബിസിനസ് സക്സസ് ഉണ്ടാക്കാറ്. ലോകത്തിലെ ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യം അതാണ്. ഇന്ത്യയിലെ ബിസിനസ്സുകാരെടുക്കുകയാണെങ്കിൽ ആനന്ദ് മഹേന്ദ്ര മാത്രമേ ഒരു ഹാർവാർഡിയനുള്ളൂ. ബാക്കി എല്ലാവരും ഒരു ആവറേജ് എഡ്യൂക്കേഷൻ കിട്ടിയ വലിയ ബിസിനസ്സുകാരാണ്. മേ ബി രത്തൻ ടാറ്റ കോർണറിൽ പോയിട്ടുണ്ട്, പക്ഷേ ഒബ്വിയസ്ലി അവരുടെ സ്വാധീനം കൊണ്ടായിരിക്കാം. ബട്ട് എനിക്ക് തോന്നിയിടത്തോളം ഇപ്പം നോക്കിയട്ടെ, ഒരു ക്ലാസ് റൂമിലെ അക്കാഡമിക് എക്സലൻസ് ഇല്ല കുട്ടികളെക്കാളും ഒരു ക്ലാസ് റൂമിൽ ഗിൽറ്റ് ഫീൽ ചെയ്യുന്ന, ഫെയിൽവർ ഫീൽ ചെയ്യുന്ന, ആട്ടിത്തുപ്പലുകൾക്ക് വിധേയമാവുന്ന ഒരു കൂട്ടം കുട്ടികളുണ്ട്. ഈ കുട്ടികൾ ഒരുപക്ഷെ ഡിലിങ്കൻ കുട്ടികളാണ്. ഈ കുട്ടികളാണ് ബേസിക്കലി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടികളാണ് നമ്മളെ ഒരു പൊതു സൊസൈറ്റിൻ്റെ ബോധം കുറേ നിർണ്ണയിക്കുന്നത്. ഒരു കോളേജിൻ്റെ സ്കൂളിൻ്റെയും കൾച്ചർ സെറ്റ് ചെയ്യുന്ന ഈ കുട്ടികളാണ്. പൊളിറ്റിക്സിലേക്ക് പോകുന്ന ഈ കുട്ടികളാണ്. ഇവരാണ് ബേസിക്കലി ഫ്രണ്ട്ഷിപ്പിൽ ലീഡർഷിപ്പ് എടുക്കുന്നവർ. ഐ തിങ്ക് ഈ കുട്ടികളെ കയ്യിലാണ് ഈ രാജ്യത്തിൻ്റെ പുരോഗതി എടുക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അവരെ കാറ്റർ ചെയ്യാൻ നമ്മൾ എഡ്യൂക്കേഷൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഈ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ഇൻഹറൻ്റ്ലി ക്രിയേറ്റീവാണ്. രണ്ടാമത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു നല്ല പ്രോബ്ലം സോൾവേഴ്സാണ്. നിങ്ങളിപ്പം ഇങ്ങനത്തെ ഒരു ഇവൻ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം കാലിഫ് അക്കാഡമിക്ക് ബേസിക്കലി ഇങ്ങനത്തെ കുറേ ഒരു മാസ് വന്നിട്ടാണ് ഇങ്ങനത്തെ വലിയൊരു സംഭവം ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഈ കുട്ടികൾ ബേസിക്കലി നല്ല പ്രോബ്ലം സോൾവേഴ്സാണ്. അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കൊടുക്കുമ്പോൾ, ഞാനിപ്പോൾ വരുമ്പോൾ അംജദ് വഫ സാറോട് ചോദിക്കുകയും അപ്പോൾ അദ്ദേഹം പറയണം എന്നോട്, ഇത് കംപ്ലീറ്റ്ലി ഇനി അടുത്ത വർഷം നമ്മൾ കുട്ടികളെ തന്നെ മാനേജ് ചെയ്യും. നിങ്ങളെന്നോട് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് നിങ്ങളെ കുട്ടികളെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ട് ഇത്തരത്തിലുള്ള വലിയൊരു ബഹുഭൂരിപക്ഷം ആൾക്കാർ നമ്മുടെ കേരളത്തിലെ സൊസൈറ്റിയിലുണ്ട്. പക്ഷേ നമ്മളുടെ NSSനോ നമ്മളുടെ ഫറൂഖ് കോളേജിനോ നമ്മളുടെ PSMOക്കോ നമ്മളുടെ നാട്ടിലെ സ്കൂൾ സിസ്റ്റത്തിനോ ഇവരുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് ഇവരുടെ ലീഡർഷിപ്പിനെ ഡെവലപ്പ് ചെയ്യാനോ ഇവരുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലിനെ മാപ്പ് ചെയ്യാനോ ഇവരുടെ ക്രിട്ടിക്കൽ റീസണിങ്ങിനെ മാപ്പ് ചെയ്യാനോ ഇവരുടെ ക്രിയേറ്റിവിറ്റിനെ മാപ്പ് ചെയ്യാനോ ഇല്ലേ ഒരു സംഭവം ഇല്ലാത്തതാണ് ബേസിക്കലി നമ്മളെ സ്ഥാപനം